അഡ്വക്കേറ്റ് എസ് ജയശങ്കർ ഒരു മുഖവുരയ്ക്ക് ആവശ്യമില്ല. രാഷ്ട്രീയ നിരീക്ഷകനാണ്, നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് കേരളത്തിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ അന്തിച്ചർച്ചയിൽ വന്ന് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും നാം ആരും പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. LDF വിരുദ്ധമാണ്, CPM വിരുദ്ധമാണ്, സർവോപരി പിണറായി വിരുദ്ധമാണ്. അങ്ങനെയുള്ള ഒരാളുടെ വാക്കുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി കേരള രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഏഷ്യാനെറ്റിന്റെ അന്തിച്ചർച്ചയിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് ആദ്യം ആ വാക്കുകൾ കേൾക്കാം. ഈ VD സതീശനെ കുറിച്ച് പണ്ട് പോലുള്ള ഒരു പരാതി എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് പെരുന്നയിൽ ഒരു സീറ്റില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് VS ശിവകുമാർ എങ്ങനെ മന്ത്രിയായത്, VD സതീശൻ എന്തുകൊണ്ട് മന്ത്രി ആവാതിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവ് ഇതാണ്. ശിവകുമാറിന് പെരുന്നയുടെ അതായത് NSS ജനറൽ സെക്രട്ടറിയുടെ പിന്തുണയുണ്ട്, സതീശന് പിന്തുണയില്ല. അവർ രണ്ടുപേരും ഒരു സമുദായക്കാരായിട്ട് കാര്യമില്ല. NSS ജനറൽ സെക്രട്ടറി കൈവപ്പ് ഉള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മന്ത്രി പദമോഹി ശിവകുമാർ, അതുകൊണ്ട് ശിവകുമാർ മന്ത്രി. കൈവപ്പില്ലാത്തതുകൊണ്ട് സതീശൻ അനാഥപ്രേതമായിട്ട് പോയി. ഇതാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതേ കുതർക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൈവപ്പുള്ള സ്ഥാനാർത്ഥിയും കൈവപ്പില്ലാത്ത സ്ഥാനാർത്ഥിയും താക്കോൽ സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥിയും താഴിന്റെ സ്ഥാനത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയൊക്കെ വരും. അങ്ങനെ പല തമാശകളും നടക്കുമ്പോൾ ഇതിവിടെ കൊണ്ടൊന്നും തീരില്ല. ഇത് ഒരു തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള പോട്ടലുണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഇനി ചർച്ച ചെയ്യും. സുരേഷ്, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, റോയി മാത്യു എന്നോട് വിയോജിക്കയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കൃത്യം 5 കൊല്ലം കഴിയുമ്പോൾ ഏഷ്യാനെറ്റ് ചാനലും സുരേഷ് കുമാറും ഞാനും റോയി മാത്യു സജീവനും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത് എന്തറിയാമോ? ഈ പിണറായി വിജയന്റെ ഭരണം എത്ര നല്ലതായിരുന്നു, എത്ര അതിന് മനോഹരമായ ഭരണമായിരുന്നു. കാര്യം അയാളുടെ ധാർഷ്ട്യം കുറച്ച് കൂടുതലായിരുന്നെങ്കിൽ പോലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ഭേദമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ വരും. എനിക്ക് ആ ഒരു സംശയമില്ല. അഡ്വക്കേറ്റ് ജി ജയശങ്കറിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് സുരേഷേ എന്ന് വെച്ചാൽ ആങ്കറായിരുന്ന PG സുരേഷിനോടാണ്. സുരേഷെ, ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ 5 വർഷം കഴിഞ്ഞാൽ ഇതേ ചാനൽ ചർച്ചയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. അങ്ങനെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയും പിണറായി വിജയൻ സർക്കാർ എത്രമാത്രം നല്ല സർക്കാർ ആയിരുന്നു എന്ന്. അദ്ദേഹത്തിന് കുറച്ച് ധാർഷ്ട്യമൊക്കെ ഉണ്ടെങ്കിലും പിണറായി വിജയന്റെ 10 വർഷക്കാലം ഏറ്റവും നല്ല കാലമാണ്, ഏറ്റവും നല്ല സർക്കാർ ആയിരുന്നു എന്ന് നമുക്ക് ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ്. അദ്ദേഹം അത് പറയാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ UDF സർക്കാരുണ്ട്, 2011 മുതൽ 16 വരെയുള്ള UDF സർക്കാർ. ആ സർക്കാരിന്റെ കാലത്ത് എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ജാതി മത ശക്തികളുടെ സ്വാധീനം സർക്കാരിൽ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്നും NSSഉം SNDP അടക്കമുള്ള സംഘടനകൾ, അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളൊക്കെ സർക്കാരിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തിനേറെ പറയുന്നു, മുസ്ലിം ലീഗ് സർക്കാരിനെ തന്നെ കൊണ്ടുപോകുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. 5ാം മന്ത്രിസ്ഥാനത്തിനു വേണ്ടി ലീഗ് പിടിച്ച കടുംപിടുത്തം, അതിന് വഴങ്ങാതെ മുന്നോട്ട് പോയ ഉമ്മൻചാണ്ടി അവസാനം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നത്, ഏറെ ചർച്ച ചെയ്യപ്പെട്ട സോളാർ അഴിമതി, അതിനുശേഷം ചർച്ച ചെയ്യപ്പെട്ട ബാർക്കോഴ അഴിമതി, അങ്ങനെ നിരന്തരം അഴിമതി വാർത്തകളും തമ്മിൽ തല്ലും മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള കടിപിടിയും അതേപോലെ സമുദായ സംഘടനകളുടെ സമ്മർദ്ദവും ഒക്കെ വലിയ വാർത്തകളായി രാഷ്ട്രീയ നേതാക്കൾക്ക്, മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക് ഭരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് കേരളം പോകാൻ പോകുന്നത് UDF വന്നാൽ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എസ് ജയശങ്കർ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് തമ്മിലടി. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും തീരുമാനിക്കാൻ കഴിയുന്നില്ല. അതിന് സാങ്കേതിക ന്യായം പറയുകയാണ്. എന്താണ് സാങ്കേതിക ന്യായം? അത് UDF ജയിച്ചു വന്നതിന് ശേഷം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി എന്ന് വെച്ചാൽ MLA മാർ യോഗം ചേർന്ന് തീരുമാനിക്കും, അതാണ് കീഴ്വഴക്കം എന്ന്. എന്നാൽ നേരത്തെയൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ അടുത്ത മുഖ്യമന്ത്രി UDF വന്നാൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല, ഉമ്മൻചാണ്ടിയായിരിക്കും.
എന്തിനേറെ പറയുന്നു, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ 2021 UDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമേ ഉണ്ടായിരുന്നില്ല. അത് രമേശ് ചെന്നിത്തലയായിരിക്കും. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് പോലും തീരുമാനിക്കുകയും ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്ന് തീരുമാനിക്കുകയും പേഴ്സണൽ സ്റ്റാഫിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ തോറ്റുപോയി, തുടർഭരണം ലഭിച്ചു LDF-ന്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ? അദ്ദേഹമായിരിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അല്ല എന്ന് കോൺഗ്രസ്സുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, മാധ്യമപ്രവർത്തകർക്കും അറിയാം. എന്ന് വെച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിൽ. പക്ഷേ ഇതുവരെയും പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്. അതേസമയം LDF, CPIM ഏകദേശം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ഇനി ഏതാനും സ്വതന്ത്രരുടെ മാത്രമാണ് പ്രഖ്യാപനം ബാക്കി നിൽക്കുന്നത്. അത് UDF സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷം തീരുമാനിക്കാൻ വെച്ചിരിക്കുകയാണ്. അങ്ങനെ മാത്രമേ ഉള്ളൂ. LDF ഏറെ മുന്നിലെത്തിയിരിക്കുന്നു കേരളത്തിലെ പ്രചാരണ പരിപാടികൾ എന്നുകൂടി ഓർക്കണം. 10 വർഷം ഭരിച്ച സർക്കാരാണ്. ഒരു അഴിമതി ആരോപണം പോലും സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയാത്ത പ്രതിപക്ഷമാണ് അപ്പുറത്ത് തമ്മിൽ തല്ല് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസ് അടിമുടി ഉലയുകയാണ്. ഇത് തന്നെയായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുക. തമ്മിലടിയും സമുദായ സംഘടനകളുടെ ആധിപത്യവും മുസ്ലിം ലീഗിന്റെ പിടിവലിയും ഒക്കെ കാണേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് S. ജയശങ്കർ പറയുന്നത് 5 വർഷം കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാനിരുന്നാൽ UDF ആണ് അധികാരത്തിൽ വന്നത് എങ്കിൽ എത്ര നല്ലതായിരുന്നു പിണറായി സർക്കാർ എന്ന് ചർച്ച ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെയുള്ള ഒരു UDF-നെ അധികാരത്തിൽ കൊണ്ടുവരണോ എന്ന ചോദ്യം സ്വാഭാവികമായും അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ ഉയർത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.